മീശമാധവ സിനിമയിലെ കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള വലിയ വെടി 4 ചെറിയ വെടി 4 എന്ന ഡയലോഗ് ഇന്നും പ്രേക്ഷകർ മറന്നിട്ടില്ല. സിനിമ റിലീസ് ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മീശമാധവനിൽ മണികണ്ഠൻ പട്ടാമ്പി പറഞ്ഞ ഡയലോഗ് ഇന്നും പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മീശമാധവനിൽ ഇതുമായി ബന്ധപ്പെട്ട കോമഡി രംഗങ്ങൾ പ്രേക്ഷകരെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ആ ഡയലോഗ് പ്രേക്ഷകരെ ഇത്രമാത്രം ചിരിപ്പിക്കുന്നത്? ശത്രു സംഹാരത്തിനായി രഹസ്യമായി നടത്താൻ ഉദ്ദേശിച്ച വഴിപാട് പരസ്യമാകുമ്പോൾ, ആ വഴിപാടിനെക്കുറിച്ച് ആ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അറിയുമ്പോൾ, വഴിപാട് നടത്താൻ കൊണ്ടുവന്ന ആളായ ഭഗീരഥൻ പിള്ള എന്ന ജഗതി ശ്രീകുമാർ അഭിനയിച്ച കഥാപാത്രം ചമ്മി നാറുന്നതാണ് ആ സീനിൻ്റെ അവസാനം. ഇതാണ് ആ ചെറിയ ഗ്രാമീണ സിനിമയിൽ പ്രേക്ഷകരെ മുഴുവൻ രസിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോഴത്തെ തരംഗമായ റാപ്പർ വേടനെതിരെ പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനിമോൾ VS എന്ന മിനി കൃഷ്ണകുമാർ ദേശീയ അന്വേഷണ ഏജൻസി എന്ന NIAക്ക് ഒരു പരാതി നൽകിയിരുന്നു. വളരെ ഗുരുതരമായ സംഗതികളാണ് ആ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് ഈ പറയുന്ന മിനി കൃഷ്ണകുമാർ പറയുന്നത്. അതായത് വേടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചു. വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന വേടൻ്റെ ഗാനത്തിൽ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ പറയുന്ന മിനി കൃഷ്ണകുമാർ NIAക്കും ആഭ്യന്തര വകുപ്പിനും പരാതി നൽകിയത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ളയും മിനി കൃഷ്ണകുമാറും തമ്മിലുള്ള ബന്ധം എന്താണെന്നായിരിക്കും എല്ലാവരും ആലോചിക്കുന്നത്. ബന്ധമുണ്ട്. മാധവനെ അപായപ്പെടുത്താൻ വെടി വഴിപാട് നടത്താൻ പോയ ആളാണ് ഈ പറയുന്ന കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള. പക്ഷേ നടത്തുന്ന ആളിൻ്റെ പേര് വിളിച്ചു പറഞ്ഞാൽ ഫലം കുറയുമോ എന്നൊരു സംശയം ഈ പുള്ളിക്കുണ്ടായിരുന്നു. അയാളുടെ കഷ്ടകാലത്തിന് അയാൾ അത് വഴിപാട് നടത്താനിരുന്ന ആളോട് ചോദിക്കുകയും ചെയ്യുന്നു. വെടി വഴിപാട് നടത്താനിരുന്ന ആളാകട്ടെ വഴിപാട് വിളിച്ചു പറയുന്ന മൈക്കിൽ കൂടി അത് അടുത്ത ആളോട് ചോദിക്കുന്നു, ഫലം കുറയുമോ എന്ന്. ആ ആൾ ആ ചോദ്യത്തിന് ഉറക്കെ മറുപടിയും പറയുന്നു. സത്യത്തിൽ എന്താണ് നടന്നത്? രഹസ്യമായി വെടി വഴിപാട് നടത്തി ശത്രുവിനെ ഒതുക്കാൻ വന്ന കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ളയുടെ പ്രവൃത്തി ആ നാട്ടിലുള്ള എല്ലാവരും അറിഞ്ഞു. ഇതേ സംഗതി തന്നെയാണ് ഈ പറയുന്ന മിനി കൃഷ്ണകുമാറിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. 4 വർഷം മുൻപ് വേടൻ പാടിയ ഒരു ആൽബത്തിലെ പാട്ട് പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്നതാണെന്ന് കുത്തിയിരുന്ന് കണ്ടുപിടിച്ച് അത് പരാതിയായി നൽകുകയായിരുന്നു ഈ പുള്ളിക്കാരത്തി. സത്യം പറഞ്ഞാൽ ആ പാട്ട് ഏതാണെന്നോ, ആ പാട്ടിൽ പ്രധാനമന്ത്രിയെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നോ, ആ പാട്ട് പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്നതാണ് എന്നോ ഒന്നും അറിയാത്തവരായിരുന്നു നമ്മൾ സാധാരണക്കാർ. കാരണം വേടൻ എന്ന കലാകാരൻ ഈ അടുത്താണ് ഇത്ര വലിയ രീതിയിൽ ജനകീയനായത്. അതായത് അടുത്ത കാലം മുതലാണ് അദ്ദേഹത്തെ എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതിനു മുൻപ് പുള്ളിക്കാരൻ ഒരുപാട് ഗാനങ്ങൾ പാടിയിട്ടുണ്ടെങ്കിലും അതൊന്നും ആരുടെയും ഓർമ്മയിലില്ല. ഇത്രത്തോളം വലിയ രീതിയിൽ ജനകീയനായി നിൽക്കുമ്പോൾ പുള്ളിക്കാരൻ പണ്ട് ഇങ്ങനെ ഒരു ഗാനം ചെയ്തിട്ടുണ്ടെന്നും ആ ഗാനത്തിൽ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും കൃഷ്ണവിലാസൻ ഭഗീരഥൻ പിള്ള ചെയ്തതുപോലെ ജനങ്ങളെ അറിയിക്കുകയാണ് ഈ പറയുന്ന മിനി കൃഷ്ണകുമാർ ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വേടൻ എങ്ങനെ കരുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സംഗതി എന്തായി? ഇത് കേട്ട ജനങ്ങൾ തിരഞ്ഞു പിടിച്ച് വേടൻ്റെ ആ ഗാനം കണ്ടു. അതിൽ പറയുന്നതൊക്കെ കേട്ടു. വേടനെ അഭിനന്ദിച്ചു. മര്യാദയ്ക്ക് അങ്ങ് ഡൽഹിയിലിരുന്ന പ്രധാനമന്ത്രിയെ ചൂണ്ടിക്കാണിച്ച് ജനങ്ങൾക്ക് പരിഹസിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു ഈ പറയുന്ന മിനിമോൾ ചെയ്തിരിക്കുന്നത്. കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള വെടി വഴിപാട് നടത്താൻ പോയതുപോലെ തന്നെയാണ് മിനിമോൾ എന്ന മിനി കൃഷ്ണകുമാർ വേടനെതിരെ പരാതി കൊടുക്കാനും പോയത്. ഇപ്പോൾ ഈ പരാതിയോടെ മിനിമോളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞു എന്നാണ് വിവരങ്ങൾ. ചുമ്മാ ഇരുന്നപ്പോൾ പെട്ടെന്ന് വേടനെതിരെ ഒരു പരാതി കൊടുത്ത് പ്രശസ്തയായി കളയാം എന്ന് വിചാരിച്ച് രംഗത്തിറങ്ങിയ മിനിമോൾ ഇപ്പോൾ തന്നെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാകുന്ന സാഹചര്യത്തിലാണ്. വിമർശനത്തിന് ആരും അതീതരല്ലെന്ന് പറയുകയും എന്നാൽ ഞങ്ങളെ വിമർശിച്ചുകൂടാ എന്ന് പ്രത്യേകം പറയുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ജന്മമാണ് ഈ സംഘികളുടേത്. എന്നാൽ വേടനെതിരെ അത്തരത്തിലുള്ള ഒരു നീക്കം നടത്താൻ BJP ഒരുക്കമല്ല. കാരണം കേരളത്തിലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അതുപോട്ടെ 10 ആളെ കൂട്ടം കഴിവുള്ള സാക്ഷാൽ സുരേഷ് ഗോപി രംഗത്തിറങ്ങിയാലും വേടൻ്റെ പരിപാടിക്ക് കൂടുന്ന ആൾക്കൂട്ടത്തിന് 100-1 കൂടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുന്ന വേടനെതിരെ BJP പരാതി നൽകി എന്നറിഞ്ഞാൽ അതോടുകൂടി BJPയുടെ കാര്യത്തിൽ തീരുമാനമാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്ന മിനിമോൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് സാക്ഷാൽ BJP തന്നെയാണ്. റാപ്പർ വേടനെതിരെ പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാർ ദേശീയ അന്വേഷണ ഏജൻസിക്ക് പരാതി നൽകിയ സംഭവത്തിൽ BJP സംസ്ഥാന നേതൃത്വം അതൃപ്തി അറിയിച്ചിരിക്കുകയാണ്. പാർട്ടിയോട് ആലോചിക്കാതെയാണ് മിനി കൃഷ്ണകുമാർ പരാതി നൽകിയതെന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. ഇത്രയും കാലം വിചാരിച്ചു വച്ചിരുന്നത് മിനി കൃഷ്ണകുമാർ ഇത്തരത്തിൽ പരാതി നൽകാൻ ഇറങ്ങി പുറപ്പെടണമെങ്കിൽ അത് പാർട്ടിയോട് ആലോചിച്ചിട്ടായിരിക്കുമെന്നാണ്. എന്നാൽ ഇപ്പോൾ BJP സംസ്ഥാന നേതൃത്വം മിനിമോളോട് ചോദിക്കുന്നത് ആരോട് ചോദിച്ചിട്ടാണ് ഈ പരാതി അവിടെ കൊണ്ട് കൊടുത്തത് എന്നാണ്.
ജനലക്ഷങ്ങളെ സ്വാധീനിക്കുന്ന വേടനെതിരെ പരാതി കൊടുത്തതിന്റെ പേരിൽ വാർത്തകളിൽ ഇടം പിടിക്കാമെന്ന മോഹവും അതോടൊപ്പം ബി.ജെ.പിയുടെ കണ്ണിലെ കരടായ വേടനെതിരെ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയപരമായ ചില ലാഭങ്ങൾ സ്വന്തമാക്കാമെന്നുള്ള മോഹവും ഇവിടെ തീർന്നു. മിനി കൃഷ്ണകുമാറിന് രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ എന്തെങ്കിലും സ്വന്തമാക്കാനുണ്ടോ എന്നുള്ള ഒരു ചോദ്യം പലർക്കും ഉണ്ടാകും. അതിനു മുൻപേ ഒരു കാര്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആരാണ് ഈ പറയുന്ന മിനി കൃഷ്ണകുമാർ? മിക്കവർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർ ഉണ്ടെങ്കിൽ പറയാം. ഇക്കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കൃഷ്ണകുമാറിന്റെ ഭാര്യയാണ് മിനി കൃഷ്ണകുമാർ. ഈ മിനി കൃഷ്ണകുമാറിനും അവരുടെ ഭർത്താവ് സി കൃഷ്ണകുമാറിനുമെതിരെ ബി.ജെ.പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. പാലക്കാട് പാൺ സൊസൈറ്റിയിലും മുനിസിപ്പാലിറ്റിയിലും നിയമസഭയിലും ലോക്സഭയിലും തെരഞ്ഞെടുപ്പ് നടന്നാൽ കൃഷ്ണകുമാറും അല്ലെങ്കിൽ ഭാര്യയും മാത്രമാണ് സ്ഥാനാർത്ഥികളെന്ന്. കെ സുരേന്ദ്രൻ രാജിവയ്ക്കാതെ, സുരേന്ദ്രൻ പുറത്തു പോകാതെ ബി.ജെ.പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് സന്ദീപ് വാര്യർ അന്ന് പറഞ്ഞിരുന്നു. കെ സുരേന്ദ്രൻ ബി.ജെ.പിയിൽ നിന്ന് പുറത്തുപോയി, എന്നിട്ടും ബി.ജെ.പി രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചാൽ അക്കാര്യത്തിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അതായത് സന്ദീപ് വാര്യർ പറഞ്ഞു വന്നത്, ഈ പറയുന്ന കൃഷ്ണകുമാറും ഭാര്യയും ചേർന്ന് പാലക്കാട് ബി.ജെ.പി ഹൈജാക്ക് ചെയ്ത് വച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ വേടനെതിരെ പരാതി നൽകിയ വിഷയം ഉയർന്നു വന്നതുകൊണ്ട് മാത്രം മിനി കൃഷ്ണകുമാറിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നു. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് പലരും അറിയുന്നത്, ഈ മിനി കൃഷ്ണകുമാർ പാലക്കാട് നിയമസഭയിലും ലോക്സഭയിലും സ്ഥിരം മത്സരിക്കുന്ന സി കൃഷ്ണകുമാറിന്റെ ഭാര്യയാണെന്ന്. മാത്രമല്ല, ഭർത്താവ് നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ ഭാര്യ പാലക്കാട് ബി.ജെ.പി കൗൺസിലർ സ്ഥാനം വഹിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ പിന്നെ സന്ദീപ് വാര്യർ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. ഭാര്യയും ഭർത്താവും പാലക്കാട്ടെ ബി.ജെ.പി പങ്കിട്ടെടുത്തിരിക്കുക തന്നെയാണെന്ന് ഉയർന്ന ആരോപണം വെറുതെയല്ല എന്നർത്ഥം. എന്തായാലും വേടനെതിരെ പരാതി നൽകിയത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. എന്തടിസ്ഥാനത്തിലാണ് എൻ.ഐ.എക്ക് പരാതി നൽകിയതെന്നാണ് ബി.ജെ.പി സംസ്ഥാന നേതൃത്വം കൗൺസിലറോട് ഉന്നയിച്ച ചോദ്യം. ഇനി മുതൽ വേടൻ പ്രശ്നത്തിൽ പരസ്യ പ്രതികരണം നടത്തരുതെന്നും മിനി കൃഷ്ണകുമാറിന് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒരു കലാകാരൻ സമൂഹത്തെ സ്വാധീനിക്കുന്ന വ്യക്തിയാണ്. അയാളൊരു വലിയ ജനസമൂഹത്തിന് മുന്നിലാണ് ഇത് പാടിയിരിക്കുന്നത്. അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അയാൾ അടിമത്ത വ്യവസ്ഥിതിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഭാരതത്തിൽ എവിടെയാണ് അടിമത്ത വ്യവസ്ഥ നിലനിൽക്കുന്നത്? പഴയകാല കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് പുതിയ കാലഘട്ടത്തിലേക്ക് സംശയത്തിന്റെ വിത്ത് പാവുകയാണ് വേടൻ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ജാതീയ സങ്കല്പങ്ങൾ പുതിയ രൂപത്തിൽ ആൾക്കാരിലേക്ക് കുത്തിവയ്ക്കുന്നതെന്ന് അന്വേഷിക്കേണ്ടത് എൻ.ഐ.എയുടെ ചുമതലയാണ്. വേടനെതിരെ നിലവിലുള്ള കേസുകളും അന്വേഷിക്കണം, വേടന്റെ പശ്ചാത്തലവും അന്വേഷിക്കണം. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, മറ്റൊരു രാജ്യത്തും ഇതൊന്നും അനുവദിക്കില്ല. കേരളത്തിൽ ഇത് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് പരാതിപ്പെടാൻ ഇത്ര വൈകിയതെന്നറിയില്ല. ഇത് എൻ്റെ കണ്ണിൽപ്പെട്ടയുടനെ എൻ.ഐ.എക്കും ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി കൊടുത്തിട്ടുണ്ട്. 4 വർഷം മുൻപ് ഇറങ്ങിയതാണെങ്കിലും ഇപ്പോഴാണ് പാട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടത്. അത് കണ്ടയുടനെ പ്രതികരിച്ചു. എങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് ആ രീതിയിൽ തന്നെ പ്രതികരിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. മിനി കൃഷ്ണകുമാറിൻ്റെ പൊന്നും വിലയുള്ള വാക്കുകളാണിത്. ഇക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. 2020 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിലെ കൊപ്പം വാർഡിൽ നിന്നാണ് ഈ മിനി കൃഷ്ണകുമാർ മത്സരിച്ചത്. അന്ന് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വലിയ സംഭവം നടന്നു. ഈ മിനി കൃഷ്ണകുമാർ മത്സരിക്കുന്ന സമയത്ത്, അതായത് 2015-ൽ പാലക്കാട് നഗരസഭയിൽ അധികാരത്തിലേറിയ ഭരണസമിതിയുടെ അവസാന കാലത്ത് മിനിയുടെ ഭർത്താവ് സി കൃഷ്ണകുമാർ ആയിരുന്നു പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർമാൻ. ഭർത്താവ് നഗരസഭ അധികാരത്തിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന സമയത്താണ് മിനി നഗരസഭ അധികാരത്തിലേക്ക് കയറാൻ വേണ്ടി മത്സരിക്കുന്നത്. അന്ന് ഈ കൊപ്പം വാർഡിൽ മിനിക്കെതിരെ മത്സരിക്കാൻ മറ്റൊരു സ്ഥാനാർത്ഥി കൂടി ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥിയുടെ പേര് വിജയകുമാരി. ആരാണ് വിജയകുമാരി എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യത്തിൽ മിനിയുടെ സ്വന്തം അമ്മ എന്ന് പറയാം. അതായത് മകൾക്കെതിരെ മത്സരിക്കുന്നത് സ്വന്തം മാതാവ് തന്നെയാണ്. അന്ന് കൊപ്പം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച വിജയകുമാരി സ്വാഭാവികമായും തോറ്റു. എന്തുകൊണ്ടാണ് വിജയകുമാരി മത്സരിച്ചത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈൻ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്: മകളെ തോൽപ്പിക്കാൻ ഒരുങ്ങി അമ്മ, ഇത് പാലക്കാട്ടെ പോരാട്ടം. വാർത്തയുടെ തലക്കെട്ടിതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മകളെ തോൽപ്പിക്കാൻ അമ്മ രംഗത്തിറങ്ങി. പാലക്കാട് നഗരസഭ 18-ാം വാർഡിലാണ് തന്നെ വീട്ടിൽ നിന്നും പുറത്താക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് അമ്മ ബി.ജെ.പി നേതാവിൻ്റെ ഭാര്യയായ മകൾക്കെതിരെ പോരാട്ടത്തിനിറങ്ങുന്നത്. ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാലക്കാട് നഗരസഭ വൈസ് ചെയർമാനുമായ സി കൃഷ്ണകുമാറിൻ്റെ ഭാര്യ മിനി കൃഷ്ണകുമാറിന് എതിരെയാണ് അമ്മ വിജയകുമാരി മത്സരിക്കാനിറങ്ങുന്നത്. മകൾ സ്ഥാനാർത്ഥിയാകുമെന്ന് അറിഞ്ഞതോടെ അമ്മയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വിജയകുമാരിയുടെ രണ്ടാമത്തെ മകളാണ് അമ്മയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. തന്നെയും അമ്മയെയും ഒരുപാട് പീഡിപ്പിച്ചതാണ് തൻ്റെ ചേച്ചിയെന്നും ചേച്ചിക്കെതിരെ പരമാവധി വോട്ടുകൾ നേടി തോൽപ്പിക്കുമെന്നും രണ്ടാമത്തെ മകൾ പറയുന്നു. വാർത്തയുടെ അവസാനം ഒരു പാരഗ്രാഫ് കൂടിയുണ്ട്, അത് ശ്രദ്ധിച്ചു കേൾക്കണം.
എന്നാൽ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ താല്പര്യമില്ലെന്നും അമ്മയ്ക്കെതിരെ അപകീർത്തി കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും ബി.ജെ.പി. സ്ഥാനാർത്ഥി മിനി കൃഷ്ണകുമാർ പറഞ്ഞു. അതായത് അമ്മയ്ക്കെതിരെ അപകീർത്തി കേസ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ടെന്ന്. സ്വന്തം അമ്മയ്ക്കെതിരെയാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അമ്മയെ കോടതി കയറ്റാൻ നോക്കിയ ആളാണ് അന്ന് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായ മിനി കൃഷ്ണകുമാർ എന്ന്. അപ്പോൾ പിന്നെ കാര്യമില്ലാത്ത കാര്യത്തിന് വേടനെതിരെ മിനി കൃഷ്ണകുമാർ രംഗത്തെത്തിയെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. സ്വന്തം അമ്മയ്ക്കെതിരെ ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ മിനിക്ക് കേസിൽ പോകാമെങ്കിൽ പിന്നെ ഇതൊക്കെ നിസ്സാരം. പക്ഷെ അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ബി.ജെ.പി. ഒന്ന് ഇരുത്തി ചിന്തിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നാണം കെടുത്താൻ തന്നെയാണോ ആവശ്യമില്ലാത്ത ഒരു സംഭവത്തെ, ആരും ശ്രദ്ധിക്കാത്ത ഒരു സംഭവത്തെ കുത്തിപ്പൊക്കി മിനി കൊണ്ടുപോയി കേസ് കൊടുത്തത് എന്നുള്ള കാര്യം ബി.ജെ.പി. ഒന്ന് അന്വേഷിച്ചാൽ നന്നായിരുന്നു.